നമ്മുടെയൊക്കെ ജീവിതത്തിലെ സമാധാനം നഷ്ടപ്പെടുന്ന ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറമേ കാണുന്നതനുസരിച്ച് നമ്മൾ വിധിക്കുന്നു എന്നുള്ളതാണ്. വിശ്വനാഥൻ എന്ന് പറയുകയാണ്, പുറമേ കാണുന്നതനുസരിച്ച് വിധിക്കാതെ നീതിയായി നിങ്ങൾ വിധിക്കുവിൻ. നമ്മൾ ഒരാളെ ഫോൺ വിളിച്ചു, അപ്പോഴേക്കും നമ്മളൊരു വിധി നമ്മുടെ ഉള്ളിലുണ്ടാക്കി, എൻ്റെ ഫോൺ എടുക്കാത്തതാണ്. അല്ലെങ്കിൽ ഒരാൾക്ക് നമ്മൾ മെസ്സേജ് അയച്ചു, മെസ്സേജ് തിരിച്ച് റിപ്ലൈ വന്നില്ല, എന്നെ ഉപേക്ഷിച്ചു, എന്നോട് സ്നേഹമില്ല. അപ്പോഴേക്കും നമ്മൾ ഇനി പിണക്കായി, പിന്നെ പറയാത്ത കാര്യങ്ങളില്ല. ഇത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചിന്തിക്കുക, അയാൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും തിരക്കിലാണോ എന്നൊന്നും അറിയാൻ നമുക്ക് മനസ്സുണ്ടോ? ഭർത്താവ് പെട്ടെന്ന് കോപിച്ചു, അപ്പോഴേക്കും കഴിഞ്ഞു, ഡൈവോഴ്സ് വേണമെന്ന് പറഞ്ഞ് നമ്മൾ ഒച്ചപ്പാടും ബഹളങ്ങളായി. എന്തുകൊണ്ടായിരിക്കാം അന്ന് കോപിച്ചത്? ചിലപ്പോൾ ബിസിനസ്സിൻ്റെ ചില കാര്യങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ടാകാം, അതിൽ തകർച്ച വന്നപ്പോൾ ആ മനോവേദനയാണ്. ഈ പുറമെ നമ്മൾ എന്ത് കാണുന്നതനുസരിച്ച് നമ്മൾ അപ്പോഴേക്കും ഒരു വിധി കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ ഉള്ളിൽ എന്ത് നടക്കുന്നു എന്നുള്ളത് ആരും അറിയുന്നില്ല എന്നുള്ളതാണ്. നമ്മുടെ ഉള്ളിൽ പല കാര്യങ്ങളും ഇങ്ങനെ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിലും നീറുന്ന വേദനയിലായിരിക്കും കുറേ പേര് നിൽക്കണേ. അപ്പോൾ ആ നീറുന്ന വേദന ഉള്ളിൽ ഇങ്ങനെ കരം കെട്ടി കിടക്കുമ്പോൾ അവർ ചിലപ്പോൾ ഇങ്ങനെ അറിയാതെ കരഞ്ഞു പോകും. അപ്പോഴേക്കും നമ്മൾ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ചിന്തിക്കേണ്ടി തരികയുള്ളൂ, ആ കാര്യം ഒന്ന് മാറ്റിവെച്ചാൽ മതി. പുറമേ കാണുന്നതനുസരിച്ച് വിധിക്കാൻ, നീതിയായി വിധിക്കാൻ നമുക്ക് പറ്റുന്നുണ്ടോ എന്നുള്ളതാണ്. എന്താണ് അയാളെന്ന് മനസ്സിലാക്കി, അയാളുടെ ഹൃദയം എന്ന് മനസ്സിലാക്കി, നമ്മുടെ ഭർത്താവിൻ്റെ ഹൃദയം, ഭാര്യയുടെ ഹൃദയം, മക്കളുടെ ഹൃദയം എന്ന് മനസ്സിലാക്കി ഒറ്റയടിക്ക് തീരുമാനമെടുക്കരുത് എന്നുള്ളത് മാത്രമാണ് പറയാനുള്ളത്. മദർ തെരേസ പറഞ്ഞു വെക്കുന്നുണ്ട്, വിധിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ സ്നേഹിക്കാൻ നമുക്ക് പറ്റില്ല എന്നുള്ളതാണ്. നമ്മൾ വിധിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ സ്നേഹം കുറഞ്ഞു തുടങ്ങി നമ്മുടെയൊക്കെ. അതുകൊണ്ട് നമ്മുടെയൊക്കെ ജീവിതം ചിന്തിക്കുക, എന്ത് കാര്യം വരുമ്പോൾ അപ്പോഴേക്കൊരു കൺക്ലൂഷൻ നമ്മൾ എഴുതി ഉണ്ടാക്കരുത്. നമ്മുടെ കൺക്ലൂഷൻ നമ്മുടെ ഉള്ളിൽ വെക്കാതിരിക്കുക. എന്തോ ഉണ്ട് എന്നറിയാൻ, അവൻ്റെ കണ്ണിലൂടെയോടെ ഒന്ന് നോക്കാൻ, എന്നാലും അതൊക്കെ വിജയിക്കുള്ളൂ കേട്ടോ. കുടുംബജീവിതമാകാം, സമർപ്പിത ജീവിതമാകാം, വ്യക്തിപരമായ ജീവിതമാകാം, എന്നാലാണ് ഇതൊക്കെ വിജയിച്ചു പോകുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ സ്വാർത്ഥരായിട്ട് മാറും. നമ്മൾ ചിന്തിക്കുന്നത് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം മാത്രമേ നടക്കുള്ളൂ എന്നുള്ള കാര്യം നടക്കുകയാണ്. അല്ലെങ്കിൽ സമാധാനം നഷ്ടപ്പെട്ടു പോകും. പ്രാർത്ഥിക്കാം.